അവരിൽ 5 പേർ വിവേകമതികളും 5 പേർ വിവേകശൂന്യമാക്കി. മാനവരാശിക്ക് ഒരു പുത്തലമുറയിൽ നൽകിയ പുതിയ നിയമത്തിൽ മനോഹരമായിരുന്നു. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ വർത്തമാനകാലത്തെ ചില സംഭവങ്ങളെ പുറത്തിറങ്ങി. സെന്റ് ഇഗ്നേഷ്യസ് ഏരിയാസ് ചാപ്പ സിറിയൻ ഓർത്തഡോക്സ് വനിതാ സമാജം കേന്ദ്രത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു 10 പൈനങ്ങൾ. നമ്മളെല്ലാം താമസിച്ചും തോന്നുന്നു. വേഗം വാ. പറഞ്ഞ പോലെ വേറെ ആരെയും കാണുന്നില്ലല്ലോ. കസേരയൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇനി നമുക്ക് മുമ്പേങ്ങാനും അവരകത്തു പോയി കാണുമോ? ഒരിക്കലുമില്ല. പ്രാർത്ഥനയും ഉപവാസവും പരിത്യാഗവും പ്രായച്ചിത്തവും വഴി നേടിയെടുത്തതാണ് സുദിനം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല ഈ അനുഗ്രഹീത സമയം. ബാക്കി 5 പേരെ കൂടി കാണാനുണ്ടല്ലോ. ഇനി അവരെങ്ങാനും വരാതിരിക്കൂ. എനിക്കെന്തോ പേടുന്നു. ഒരിക്കലും പേടിക്കണ്ടെന്നേ. നമ്മൾ കൃത്യസമയത്ത് തന്നെ വന്നിരിക്കുന്നത്. ധൈര്യമായിട്ട്. എന്നാ പിന്നെ നമുക്ക് തിരുതാഴ്ത്തി വെച്ച് പ്രിയനെ കാത്ത് പ്രാർത്ഥനയിലിരുന്നാലോ? അല്ലെങ്കിൽ അവൻ വരുമ്പോഴേക്ക് വിളക്കിലെ എണ്ണയെല്ലാം വെച്ച് നമുക്ക് നിരാശരായി മടങ്ങേണ്ടി വന്നാലോ? അത് ശരിയാ. അങ്ങനെയാണെങ്കിൽ ഉറക്കം വരാതിരിക്കാൻ പ്രിയൻ വരുന്നത് വരെ നമുക്ക് പാട്ടുപാടി ശ്രമിക്കാം. അയ്യോ, ഞാൻ കേട്ടില്ല നിമിഷേ. നീ എന്താണ് ഇത്രയും താമസിച്ചത്? ഓ, അതൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഇതെന്ത് കൂട്ടായത്? ഇന്നിവിടെ ഗാനമേളയുണ്ടോ? ഇതല്ലെങ്കിൽ ഞാനൊരു കരോക്കെയായിട്ട് വന്നേ. അറിഞ്ഞില്ലല്ലോ. വലിയ ഭക്തകളാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, വെള്ളയും വെള്ളം ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. നമ്മുടെ കൂടെ വരാമെന്ന് പറഞ്ഞ രണ്ടെണ്ണത്തിനെ കണ്ടില്ലല്ലോ. ഇതുങ്ങളൊക്കെ എവിടെ പോയി കിടക്കുവാ? എന്തായി നിന്റെ പുതിയ ജോലിക്കാരിയെ? ഓ, ആപ്പിളിൽ നിന്നും മൈക്രോസോഫ്റ്റിൽ നിന്നും എന്നെ വിളിയോട് വിളിയാ. പക്ഷെ എനിക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ഞാനൊന്നും പോകുന്നില്ല. നീ പിന്നെ അല്ല, ആപ്പിൾ പറക്കാനോ വല്ലതും ആയിരിക്കും. ഒന്ന് മാറിയിരുന്നു പെൺപിള്ളേ. നീ എന്താടി ഇത്രയും താമസിച്ചത്? രാവിലെ എനിക്ക് സൂപ്പർ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ, അതെനിക്ക് മിസ്സാക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് മെട്രോക്കാർ വിളിക്കുന്നത്. അവർക്ക് എനിക്ക് ഇന്റർവ്യൂ വേണം. എന്റെ ഡാൻസ് കണ്ടിട്ടേ അവർക്ക് ഡാൻസ് മാത്രം പോരാ, അവർക്ക് കുറച്ച് സൗകര്യമുള്ളവരെയും കൂടി വേണമെന്ന്. എന്ത് ചെയ്യാനാ, ഈ സൗകര്യമുള്ളവരെ ഓരോ ബുദ്ധിമുട്ടേ. അല്ല, നമ്മുടെ ഇൻഫ്ലുവൻസ് ഇതുവരെ വന്നില്ലേ? ഞാനിവിടെ ഉണ്ടേ. ഭാഷയായതുകൊണ്ട് റിലാക്സേഷൻ ഉണ്ട്. ഇംഗ്ലീഷ് പറഞ്ഞു മടുത്തു. ഇതൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ആണല്ലോ. നീ ആമസോണിലോ നെറ്റ്ഫ്ലിക്സിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി പോസ്റ്റിക്കോ. നീ ആദ്യം ഇത് കയറാം. ചാനലിൽ ഫോളോവേഴ്സ് ഉണ്ട്, ഇൻഫ്ലുവൻസ് ഉണ്ട്. ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ? റീൽസ്, സ്റ്റോറീസ്, ഷോർട്സ്, പാൻസ്, ജീൻസ്. പാൻസും ജീൻസോ? അല്ലല്ല, ഫാൻസ് അതിവിടെ. പിന്നെ മണവാളം വേറെ. വെയിറ്റിംഗ് ഫോർ മണവാൾ എന്നൊരു ക്യാപ്ഷൻ ഇട്ടാൽ പോയിരിക്കും. മിനിമം ഒരു 1K ലൈക്ക് കിട്ടിയിട്ട്
ആ ലൈക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോ ചാറ്റ് ചെയ്തതിന്റെ ഫോട്ടോ ഇട്ടിട്ട് നിങ്ങൾ ആരും ലൈക്ക് ചെയ്തില്ലല്ലോ, അതെന്താ? പിന്നെ വീടും ഇലക്ട്രിസിറ്റി ഇല്ലാത്ത കുടുംബത്തിന് ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ചു കൊടുക്കുന്ന ഫോട്ടോയ്ക്ക് ഞങ്ങളൊക്കെ എന്തിനാ ലൈക്ക് അടിക്കുന്നത്? ഓ, ഇതിനിടയ്ക്ക് അത് കണ്ടുപിടിച്ചു. യജമാനൻ വരാറായെന്ന് തോന്നുന്നു. നമുക്ക് എഴുന്നേറ്റ് സ്തുതിച്ചുകൊണ്ട് അവന് വരവേൽക്കാം. എന്നാ വെപ്രാളാണ് ഇത്? മണവാളൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? വാ, എന്നാ നമുക്ക് വിളക്ക് കത്തിക്കാം. എന്നെ എടുത്ത്. അയ്യോ, ഞാൻ എന്നെ എടുക്കാൻ മറന്നുപോയി. ഇവളോട് എടുക്കാൻ പറഞ്ഞതാണല്ലോ. നീ എടുത്തില്ലേ? ഞാനും എടുത്തില്ല. ഓ, ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്ക് അവരോട് ചോദിക്കാനേ. ചോദിക്കോ കിട്ടും. Hey girls, can you share some oil please? അത് പിന്നെ ഞങ്ങൾ തിരിച്ചു വരാം. മറന്നുപോയതുകൊണ്ടല്ലേ ചോദിച്ചത്? അയ്യോ, ഞങ്ങളോടൊന്നും തോന്നരുത്. നിങ്ങൾക്ക് കൂടി പറഞ്ഞു തന്നാൽ അത് ഞങ്ങൾക്ക് നിങ്ങൾക്ക് தெரியாതെ വരും. ചുരുക്കം പറഞ്ഞാൽ നീയൊന്നും ഞങ്ങൾക്ക് എണ്ണ തരില്ല അല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ പ്രചനവേഷക്കാരോട് ചോദിക്കേണ്ടത്. നിങ്ങൾ വന്നേ. ഇവിടെ 24 മണിക്കൂർ ഓപ്പൺ ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് അടുത്തുള്ളപ്പോ നമ്മളിതിന് ഇവരോട് ബാക്ക് ചെയ്യുന്നത്? നമുക്ക് ഒരുമിച്ച് ഫെറാറി പോകാം. Follow me. വെള്ളയും വിട്ട് ഇറങ്ങിക്കോളും. കണ്ടാലോ ഭയങ്കര ഭയവും ഭക്തിയും. കയ്യിരിപ്പാണെങ്കിലോ എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടത് ലോകസ്ഥാപനങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളു. വരുവിൻ, വിളക്ക് തെളിച്ച് എന്റെ വരവിനായി കാത്തിരുന്ന നിങ്ങൾ എന്നോടൊത്ത് മണവറയിൽ പ്രവേശിക്കും. ഇവളുമാരിലൂടെ പോയി ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. കുറച്ചെണ്ണ കയ്യിൽ വെച്ച് കൊടുക്കാമായിരുന്നു. അല്ല, പിന്നെ അവളുമാരകത്ത് കയറി കഥകടച്ചെന്നാ തോന്നുന്നേ. ഇനി നമ്മളെ പേടിച്ചെന്നാലും മുങ്ങിക്കളഞ്ഞോ? എന്റെ ബലമായ സംശയം യജമാനൻ വന്നു എന്നാണ്. ഞാനൊന്ന് നോക്കട്ടെ. ഹലോ, ഞങ്ങൾ വന്നു, കഥക്ക് തുറക്കൂ. ഞങ്ങൾ ഈ വാതിക്കൽ തന്നെ ഉണ്ട്. ഹലോ. ആരാണ് നിങ്ങൾ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്നെ അറിയില്ലെന്നോ? കൊയറിലും സമാജത്തിലും സ്കൂളിലും സ്ഥിരമായി പഠന എന്നെ അറിയത്തില്ലെന്നോ? അത് കൊള്ളാമല്ലോ. ഞങ്ങൾക്ക് നിങ്ങളെയും അറിയില്ല, നിങ്ങൾക്ക് ഞങ്ങളെയും അറിയില്ല. അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹലോ, കഥക് തുറക്ക്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ആരാ? എവിടെ നിന്ന് വരുന്നുവെന്നും ഞാൻ അറിയുന്നില്ല. നീ ഇങ്ങോട്ട് മാറിയേ. ഇല്ലാത്ത കാര്യം ഉണ്ടാക്കിയിട്ട് വന്നപ്പോഴേ തുറക്കൂലെന്നോ? ഹലോ, തുറക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് നൂറുകൂട്ട പണിയുള്ളതാ. ഹലോ, ഐ ഗോ ടു ഓപ്പൺ ദി ഡോർ. ഞാൻ ആവർത്തിച്ചു കഴിഞ്ഞു. എനിക്ക് നിങ്ങളെ അറിയില്ല. എന്നെ അറിയില്ല? സോഷ്യൽ മീഡിയയിൽ ഇത്രയും പോപ്പുലർ എന്നെ അറിയുന്നു. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. നീ എന്തായാലും പേടിച്ചു പോയോ? ഹേയ്, ഇതിനേക്കാൾ വലിയ അലോകനാണ് എന്റെ കെട്ടിയുണ്ട്. അത് കേട്ട് പേടിച്ചിട്ടില്ല. പിന്നെ ഇനിയൊക്കെ നമ്മളോടല്ല, വീട്ടിൽ പോയാൽ കിടന്നുള്ളതെങ്കിലും ചെയ്യാം. നിൽക്കൂ, മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധരുമായിരിക്കുന്നു. അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കുന്നു. സകല ജാതികളെയും അവന്റെ മുന്നിൽ കൂട്ടും. അവൻ അവരെ ഇടയും ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നതുപോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വെളുത്തു, കോലാടുകളെ എടുത്തു നിർത്തും. ആകയാൽ നാളുനാളിൽ നിങ്ങൾ അറിയാവുന്ന ഉണർന്നിരിക്കും. എന്താണ് ആ ശബ്ദം? ദൈവം നമ്മളോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് ആകെ പേടിയാകും. വരൂ, നമുക്ക് അല്പനേരം പ്രാർത്ഥനയിലായിരിക്കാം. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദൈവമേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. കരുണ തോന്നണേ
രാജ്യത്തിൽ ഞങ്ങളെയും അവകാശികളാക്കണമേ. ദൈവസ്നേഹം വന്നിട്ടില്ല, വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോത്താൻ എത്ര സ്തുതിച്ചാലും മതിവരും. ദൈവസ്നേഹം വന്നിച്ചില്ല, വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാൻ ജീവിതം പോരാ. ലോകത്തിന്റെ മായാവലയത്തിൽ അകപ്പെട്ട് ഭൗതിക സുഖങ്ങൾ തേടി അറിയുമ്പോൾ അനുഭവിച്ച് ദൈവത്തിൽ അഭയം പ്രാപിക്കാൻ ഓരോ വിളിക്കുമായി നമുക്ക് കാതോർക്കാം. നമ്മുടെ പാരമ്പര്യമോ സമ്പത്തോ പ്രശസ്തിയോ ഒന്നും സ്വർഗരാജ്യ അവകാശമാക്കാനുള്ള യോഗ്യതകളല്ല. സാത്താൻ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ ജാഗരൂകരായിരിക്കുകയും നമുക്ക് ദൈവസന്നിധിയിൽ താഴ്മയോടെ പ്രാർത്ഥിച്ചു വിശുദ്ധ ജീവിതം നയിച്ചു കർത്താവിന്റെ രണ്ടാമത്തെ വരനായി കാത്തിരിക്കാം. കാരുണ്യമനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജെബിലച്ചനും പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കും ഓരോ ഇടവകാംഗങ്ങൾക്കും പെരുന്നാൾ സംബന്ധിക്കുന്ന ഏവർക്കും ഞങ്ങളേവരുടെയും പെരുന്നാൾ ആശംസകൾ.